2020 നീറ്റ് പരീക്ഷ സെപ്റ്റംബർ 13 കണ്ടക്ട് ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവരാഗ്രഹിക്കുന്ന കോഴ്സിന് ആഗ്രഹിക്കുന്ന കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ അവലോകനം ചെയ്ത് നീറ്റ് പരീക്ഷയ്ക്ക് ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്ററുകളിൽ നിന്ന് എത്രത്തോളം ചോദ്യങ്ങൾ വരുന്നു, എത്ര മാർക്കിന് വരുന്നു എന്നതിന്റെ വെയിറ്റേജ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ചാപ്റ്റർ വൈസ് വെയിറ്റേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് നീറ്റ് പരീക്ഷയെക്കുറിച്ച് 2 വാക്ക്. അതായത് 2013 മെയ് 5 ആദ്യമായി ഇന്ത്യയിൽ നീറ്റ് എന്ന രൂപത്തിൽ പരീക്ഷ നടത്തുന്നത്. അതിനു മുമ്പ് AIPMT അഥവാ ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് എന്നായിരുന്നു ആ ഒരു പരീക്ഷയുടെ പേര്. നീറ്റ് എന്നതിന്റെ ഫുൾ ഫോം നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു പേരിൽ പരീക്ഷ നടക്കുന്നത് ആദ്യമായി 2013 മെയ് 5 എന്നാൽ ആ വർഷം തന്നെ 115ഓളം പെറ്റീഷൻസ് സുപ്രീം കോടതിയിലേക്ക് എത്തുകയും വിവിധ മെഡിക്കൽ കോളേജുകൾ ആ പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയും 2013 ജൂലൈ 18 തന്നെ സുപ്രീം കോടതി ആ വർഷം നടത്തിയിട്ടുള്ള നീറ്റ് പരീക്ഷയെ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. മാത്രമല്ല MCIയോട് അഥവാ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയോട് വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് പ്രത്യേകം സുപ്രീം കോടതി ആ വർഷം ഓർമ്മിപ്പിക്കുകയുണ്ടായി. പിന്നീട് വ്യക്തമായ രൂപത്തിൽ നീറ്റ് പരീക്ഷ ഓൾ ഇന്ത്യ തലത്തിൽ നടത്തപ്പെട്ടത് 2016 2016 ഫേസ് 1ഉം ഫേസ് 2ഉമായി നടത്തിയെങ്കിലും ഓൾ ഇന്ത്യ തലത്തിൽ എല്ലാ മെഡിക്കൽ സീറ്റുകളിലേക്കും നീറ്റ് ഒരു അനിവാര്യമായ പരീക്ഷയായി മാറിയത് 2017 മുതലാണ്. 2019 കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 14 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ത്യ മഹാരാജ്യത്ത് വിവിധ സ്ഥലങ്ങളിലായി നീറ്റ് പരീക്ഷയെ അഭിമുഖീകരിച്ചത്. 66,000 MBBS BDS സീറ്റുകളിലേക്കാണ് 2019 ഇന്ത്യയിലുടനീളം നീറ്റ് പരീക്ഷയിൽ നിന്ന് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തത്. ആദ്യകാലത്ത് അതായത് 2013 മുതൽ 2018 വരെ നീറ്റ് പരീക്ഷയുടെ ചുക്കാൻ പിടിച്ചിരുന്നത് CBSE ആയിരുന്നെങ്കിലും 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തുന്നത് NTA അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. പലപ്പോഴായും പല ആളുകളും എന്നോട് പേഴ്സണലായിട്ട് നീറ്റിനെ കുറിച്ച് ചോദിച്ച ഒരു സംശയത്തിന് കൂടി ഞാനൊരു ഉത്തരം പറയാം. അതായത് നീറ്റ് പരീക്ഷ എത്ര തവണ എഴുതാം, അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയിൽ അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ടോ? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് പറയാൻ പോകുന്നത്. CBSE കണ്ടക്ട് ചെയ്തിരുന്ന സമയത്ത് നീറ്റ് പരീക്ഷയിൽ അപ്പർ ഏജ് ലിമിറ്റ് 30 വയസ്സ് അവർ വ്യക്തമായി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വർഷം തന്നെ സുപ്രീം കോടതി അപ്പർ ഏജ് ലിമിറ്റ് എടുത്തൊഴിവാക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. നിലവിൽ നീറ്റ് പരീക്ഷ എഴുതാൻ അപ്പർ ഏജ് ലിമിറ്റിന്റെ പ്രശ്നമില്ല. ഏത് വയസ്സുകാരനും +2 പരീക്ഷ കഴിഞ്ഞിട്ടുള്ള എത്ര വയസ്സുള്ള ആൾക്കും നീറ്റ് പരീക്ഷയെ അഭിമുഖീകരിക്കാം. മാക്സിമം നമ്പർ ഓഫ് അറ്റംപ്റ്റ് എത്ര തവണ എഴുതാം എന്നതിന് വ്യക്തമായ ഒരു മറുപടി നമുക്ക് കാണാൻ കഴിയും. അതായത് റിസർവേഷനുകളൊന്നും ഇല്ലാത്ത ആളുകൾ, അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ളവർക്ക് 9 തവണ സക്സസീവായിട്ട് അടുപ്പിച്ച് 9 തവണ പരീക്ഷ എഴുതാം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ റിസർവേഷൻ ഉള്ള ആളുകൾ, റിസർവ്ഡ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 14 തവണ സക്സസീവായിട്ട് അടുപ്പിച്ച് എഴുതാം എന്നതാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നീറ്റ് പരീക്ഷ ജനിച്ചത് മുതൽ, നീറ്റ് പരീക്ഷ ഇന്ത്യ മഹാരാജ്യത്ത് പൊതുവായി നടപ്പിലാക്കി തുടങ്ങിയത് മുതൽ ഇതുവരെ കൃത്യമായി ഓരോ വർഷങ്ങളിലും 9 തവണ സക്സസീവായിട്ട് പരീക്ഷ ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് മാക്സിമം നമ്പർ ഓഫ് അറ്റംപ്റ്റിന്റെ വിഷയത്തിൽ ഇതുവരെ പരാതിയുമായി ഒരാൾക്ക് കോടതിയെ സമീപിക്കേണ്ട അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്ലോസിന് എന്താണ് സംഭവിക്കുക എന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇത്രയുമാണ് നീറ്റ് 2020 അഭിമുഖീകരിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ആദ്യമായി പരീക്ഷയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ആമുഖം. ഇനി നമുക്ക് ഓരോ വിഷയങ്ങളിലും ഓരോ ചാപ്റ്ററിന് എത്ര % വെയിറ്റേജ് ഉണ്ട് നീറ്റ് പരീക്ഷയ്ക്ക് എന്നത് സ്ക്രീനിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നീറ്റ് പരീക്ഷയ്ക്ക് 45 ക്വസ്റ്റ്യൻസ്, അതായത് 180 മാർക്കിന് ഫിസിക്സിൽ നിന്നും, 45 ക്വസ്റ്റ്യൻ 180 മാർക്കിന് കെമിസ്ട്രിയിൽ നിന്നും, ബാക്കി 90 ക്വസ്റ്റ്യൻ അതായത് 360 മാർക്കിന് ബയോളജിയിൽ നിന്നുമാണ് ചോദിക്കുന്നത്. ഇതുവരെ നടന്നിട്ടുള്ള നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻസിനെ കളക്ട് ചെയ്ത് അതിനെ ചാപ്റ്റർ വൈസ് ക്ലാസിഫൈ ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂ കണ്ടിട്ടുള്ള ഡാറ്റയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. ആദ്യമായി നമുക്ക് +1 കെമിസ്ട്രിയിലെ ചാപ്റ്ററുകളുടെ വെയിറ്റേജ് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി 2 ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ, കെമിക്കൽ ബോണ്ടിംഗ് എന്ന ചാപ്റ്ററിൽ നിന്ന് 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ, തെർമോഡൈനാമിക്സിൽ നിന്നും ഇക്വിലിബ്രിയത്തിൽ നിന്നും 2 വീതം ക്വസ്റ്റ്യൻസ്, ഹൈഡ്രജൻ, S ബ്ലോക്ക്, P ബ്ലോക്ക്, റിഡോക്സ് റിയാക്ഷൻ, അതുപോലെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി, ഈ 5 ചാപ്റ്ററുകളിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വീതവും, ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് പ്രിൻസിപ്പിൾസിൽ നിന്ന് 3 ക്വസ്റ്റ്യനും, ഹൈഡ്രോ കാർബൺ എന്ന ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് +1 കെമിസ്ട്രിയിലെ ചാപ്റ്ററുകളുടെ വെയിറ്റേജ് കിടക്കുന്നത്. അപ്പോൾ +1 കെമിസ്ട്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നിർബന്ധമായും കെമിക്കൽ ബോണ്ടിങ്, അതുപോലെ ഓർഗാനിക് കെമിസ്ട്രിയിലെ 2 ചാപ്റ്ററുകളും, ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സ് എന്നീ ചാപ്റ്ററുകളും നന്നായി പഠിച്ചിരിക്കണം എന്നർത്ഥം.
അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് +2 കെമിസ്ട്രിയിലെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ്. ആദ്യത്തെ 6 ചാപ്റ്ററുകൾ, അതായത് സോളിഡ് സ്റ്റേറ്റ്, സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, സർഫസ് കെമിസ്ട്രി, മെറ്റലർജി, ഈ 6 ചാപ്റ്ററുകൾക്കും ഒരു ക്വസ്റ്റ്യൻ വീതമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുക. അതിൽ സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി പോലെയുള്ള ചാപ്റ്ററുകൾ 1-2 ക്വസ്റ്റ്യൻസ് ആയി മാറുകയും ചെയ്യാം. അടുത്തത് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്നും D&F ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്നും ടോട്ടൽ 3 ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. ചില വർഷങ്ങളിൽ പി ബ്ലോക്ക് എലമെൻസിൽ നിന്ന് 2 ക്വസ്റ്റ്യനും D&Fൽ നിന്ന് 1 ക്വസ്റ്റ്യനും, മറ്റു ചില വർഷങ്ങളിൽ നേരെ തിരിച്ച് പി ബ്ലോക്കിൽ നിന്ന് 1 ക്വസ്റ്റ്യനും D&Fൽ നിന്ന് 2 ക്വസ്റ്റ്യൻസും അങ്ങനെയൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഒരുപാട് പഠിക്കാനുമുണ്ട്. അതിൽ നിന്ന് 4 ക്വസ്റ്റ്യനാണ് വരാൻ സാധ്യതയുള്ളത്. ഹാലോ ആൽക്കെൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ, ആൽക്കഹോൾസ് ഫിനോൾസ് എന്ന ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, ആൽഡിഹൈഡ്സ് കീറ്റോൺസ് എന്ന ചാപ്റ്ററിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ, അമീൻസ്, ബയോമോളിക്യൂൾസ്, പോളിമർ, അതുപോലെ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്നീ ചാപ്റ്ററുകളിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ വീതവും നമുക്ക് പ്രതീക്ഷിക്കാം. +1 ഫിസിക്സ്, ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ്. അതിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ ചോദിച്ച ചില വർഷങ്ങളുണ്ട്, ഒന്നും ചോദിക്കാത്ത വർഷങ്ങളുണ്ട്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് മോഷൻ ഇൻ എ പ്ലെയിൻ, 2 ചാപ്റ്ററിലും 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ലോസ് ഓഫ് മോഷനിൽ നിന്ന് മിനിമം 2 ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. വർക്ക് എനർജി പവറിൽ നിന്നും 2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ. റൊട്ടേഷണൽ മോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് +1 ഫിസിക്സിൽ. അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് വരെ പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് വരുന്ന മെക്കാനിക്സ് ഓഫ് സോളിഡ്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്, അതുപോലെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നീ ചാപ്റ്ററുകളിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് വീതവും, തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ വീതവും പ്രതീക്ഷിക്കാം. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നിന്ന് 1 ക്വസ്റ്റ്യനും, ഓസിലേഷൻ ആൻഡ് വേവ് എന്ന ചാപ്റ്ററുകളിൽ നിന്ന് ചില വർഷങ്ങളിൽ 1 ക്വസ്റ്റ്യനും മറ്റു ചില വർഷങ്ങളിൽ 2 ക്വസ്റ്റ്യൻ വീതവും കണ്ടിട്ടുണ്ട്. +2 ഫിസിക്സ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിൽ നിന്നും ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്നും 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ഓരോ ചാപ്റ്ററിൽ നിന്നും നിർബന്ധമായും പ്രതീക്ഷിക്കണം. കറണ്ട് ഇലക്ട്രിസിറ്റി, +1 ആൻഡ് +2 ഫിസിക്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ, ഇതുവരെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ചാപ്റ്റർ വെയിറ്റേജ് ഉള്ള ആളാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. 4 ക്വസ്റ്റ്യൻ വരെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ചോദിക്കാറുണ്ട്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസവും മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഓരോ ക്വസ്റ്റ്യൻ വീതം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് 2 ചാപ്റ്ററിലും 2 ക്വസ്റ്റ്യൻ വീതം. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, റേ ഒപ്റ്റിക്സ് ആൻഡ് വേവ് ഒപ്റ്റിക്സ്, ഇതിൽ നിന്ന് 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. റേ ഒപ്റ്റിക്സിൽ നിന്ന് 3 വരെ ക്വസ്റ്റ്യൻസ് മാക്സിമം കണ്ടിട്ടുണ്ട്. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ. ആറ്റംസ്, ന്യൂക്ലിയൈ ആൻഡ് സെമി കണ്ടക്ടർ, ഈ ചാപ്റ്ററുകളിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ. ചില വർഷങ്ങളിൽ ന്യൂക്ലിയൈ എന്ന ചാപ്റ്ററിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ വരെ കണ്ടിട്ടുണ്ട്. എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഓൾ ഇന്ത്യ പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നന്നായി പഠിച്ചിട്ട് പോകണം. മാത്രവുമല്ല, ഈ ചാപ്റ്ററുകളിൽ NCERTയിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിർബന്ധമായും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. ആ ക്വസ്റ്റ്യൻസിൻ്റെ വാല്യൂ പോലും ചേഞ്ച് ചെയ്യാതെ പല വർഷങ്ങളിലും പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ബയോളജിയാണ്. ആദ്യമായി +1 ബയോളജി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലിവിങ് വേൾഡ് 1 ക്വസ്റ്റ്യൻ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ. പ്ലാന്റ് കിങ്ഡവും ആനിമൽ കിങ്ഡവും 2 വീതം ക്വസ്റ്റ്യൻസ്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ. ഒരുപാട് ഔട്ട് ഓഫ് NCERT ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് മോർഫോളജി. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്ന് 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് 2 ക്വസ്റ്റ്യൻ. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ ചെറിയ ചാപ്റ്റർ ആണെങ്കിലും ഒരുപാട് ചെറിയ ചെറിയ ടോപ്പിക്കുകൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാറുണ്ട്. ബയോമോളിക്യൂൾസിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ. സെൽ സൈക്കിളിൽ നിന്നും ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിൽ നിന്നും 2 വീതം ക്വസ്റ്റ്യൻസ്. മിനറൽ ന്യൂട്രീഷനിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ. ഫോട്ടോസിന്തസിസിൽ നിന്ന് ആവറേജ് നമുക്ക് 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ പറയാൻ പറ്റും. 2019 നടന്ന നീറ്റ് പരീക്ഷയ്ക്ക് ഫോട്ടോസിന്തസിസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ ഇല്ല. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് റെഗുലേറ്റേഴ്സ് എന്ന ചാപ്റ്ററുകളിൽ നിന്ന് 2 വീതം ക്വസ്റ്റ്യൻസ്. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഹ്യൂമൻ ഫിസിയോളജിയാണ്. +1 ആൻഡ് +2 ബയോളജിയെ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന യൂണിറ്റ് ഹ്യൂമൻ ഫിസിയോളജിയാണ്. ഹ്യൂമൻ ഫിസിയോളജിയിലെ 7 ചാപ്റ്ററുകളിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും 2 വീതം ക്വസ്റ്റ്യൻ നിർബന്ധമായും നമ്മൾ പ്രതീക്ഷിക്കണം.
നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ നിങ്ങളെ ഡോക്ടറാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന പരീക്ഷയായതുകൊണ്ട് തന്നെ ഹ്യൂമൻ ഫിസിയോളജിയിൽ നിങ്ങൾക്കുള്ള അറിവ് എത്രത്തോളം ഉണ്ട് എന്നത് നീറ്റിന് പ്രത്യേകമായിട്ട് ചെക്ക് ചെയ്യുമെന്നതിൽ നമുക്കാർക്കും സംശയവുമില്ല. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് +2 ബയോളജിയാണ്. അതിലാദ്യം വരുന്നത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചെറിയ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ വരെ കണ്ടിട്ടുണ്ട്, ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ 2 ക്വസ്റ്റ്യൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ, അതുപോലെ ജെനറ്റിക്സ് 1, ജെനറ്റിക്സ് 2 രണ്ടിൽ നിന്നും ടോട്ടൽ 10 ക്വസ്റ്റ്യൻ വരെ കണ്ടിട്ടുണ്ട്. ജെനറ്റിക്സ് 1ൽ നിന്ന് 5 ക്വസ്റ്റ്യനും ജെനറ്റിക്സ് 2ൽ നിന്ന് 5 ക്വസ്റ്റ്യനും, എവല്യൂഷൻ 4 ക്വസ്റ്റ്യൻ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് 4 ക്വസ്റ്റ്യൻ. ചെറിയ ടോപ്പിക് ആണെങ്കിലും 4 ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നീറ്റ് എന്ന പരീക്ഷ നിങ്ങൾ ഡോക്ടറാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന പരീക്ഷയാണ്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്നത് നമ്മുടെ മേഖലയുമായി ഒരുപാട് ബന്ധമുള്ളതുകൊണ്ട് അതിൽ നിന്ന് ചെറിയ ചാപ്റ്റർ ആണെങ്കിലും 4 ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ 1 ക്വസ്റ്റ്യൻ, മൈക്രോബ്സിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ, ബയോടെക്നോളജി അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന ചാപ്റ്ററിൽ നിന്ന് 3 ക്വസ്റ്റ്യനും ആപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വീതവും കണ്ടിട്ടുണ്ട്. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ 1 ക്വസ്റ്റ്യനാണ് ഒരു വെയിറ്റേജ് ഞാൻ പറയുന്നത്. 2019 ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ല. എക്കോസിസ്റ്റത്തിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ, ബയോഡൈവേഴ്സിറ്റിയിൽ നിന്ന് 3 എണ്ണം, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിൽ നിന്ന് 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ. ഇത്രയുമാണ് ഇതുവരെ നടന്നിട്ടുള്ള നീറ്റ് പരീക്ഷകളെ ഒന്ന് അനാലിസിസിന് വിധേയമാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന ഡാറ്റ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ 80% സാധാരണ നീറ്റ് പരീക്ഷയ്ക്ക് NCERTയിൽ നിന്ന് ചോദിക്കാറുള്ളത്. ബാക്കി 20% ഔട്ട് ഓഫ് NCERT വരാം, വരാതിരിക്കാം, ഉറപ്പൊന്നുമില്ല, വരാം, വരാതിരിക്കാം. അപ്പോൾ ഒരിക്കലും ഔട്ട് ഓഫ് NCERTയുടെ പുറകെ ഓടുന്ന ഒരു സ്വഭാവം വിദ്യാർത്ഥികളിൽ കാണുന്നത് നല്ല ശീലമല്ല. കാര്യം 80% അപ്പോഴും നിങ്ങളുടെ റാങ്ക് ഡിറ്റർമിനിങ് ആയിട്ടുള്ള ഒരു വലിയ ബൾക്ക് പോർഷൻ NCERTയുടെ അകത്ത് തന്നെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് A to Z NCERT നന്നായി കവർ ചെയ്തിട്ട് വേണം നമ്മൾ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കാൻ. ഒരിക്കൽ കൂടി 2020 സെപ്റ്റംബർ 13 നീറ്റ് പരീക്ഷയെ അപ്രോച്ച് ചെയ്യാനിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി.